ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. മിജുവിന്റെ ചെറിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോലെ. അപ്പൊ വേൾഡ് കപ്പ് പ്രമാണിച്ച് എല്ലാരും നാട്ടിലൊക്കെ ഫ്ലെക്സ് അടിക്കുന്ന സമയത്ത് നമ്മള് മിജുവിന് ചെറിയൊരു ആഗ്രഹം ഇങ്ങനെ കോൾ ചെയ്തപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് നമ്മക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഞാൻ ഒരു പോടാ അവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ അതിനെ പറ്റി ചിന്തിച്ചു കൂടി ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു മിജുവിന്. അപ്പൊ ഞാനിപ്പോ കോഴിക്കോട് നിന്ന് വരികയാണ്. അപ്പൊ വീട്ടിലെത്തിയിട്ടില്ല. അപ്പൊ ഞാൻ റിച്ചുവിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ റിച്ചു ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഈ കാണുന്ന സാധനം. അപ്പൊ നിങ്ങളും കാണൂല, നിങ്ങൾ ആ സമയം ഓര് കാണുന്ന അതേ സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് നമ്മളെ പ്ലാന്. സെറ്റല്ലേ? അതായത് നമ്മള് റിച്ച് ഇപ്പൊ വരും പറഞ്ഞു. ഇനിയിപ്പോ റിച്ച് വരും. അപ്പൊ റിച്ചുവിനെ കാണിച്ചു കൊടുക്കാം. അപ്പൊ കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് റിച്ചുവിനോട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അവിടെ എത്തിയിട്ട് അവരെ വീഡിയോ എടുക്കലും ഇതൊന്നും കിട്ടൂല. അപ്പൊ ഈ പ്ലാനിൽ റിച്ചുവിനെ ഇന്നാക്കേണ്ട അവസ്ഥയായി പോയി. അതാണ് ഇപ്പൊ സാഹചര്യം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ആൾക്കാർ കൂടിയിട്ട് ആവശ്യമായി വീട്ടിൽ എത്തിക്കാണ്ട് നമ്മള് ഒരു വണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. നേതാവേ നമ്പർ വാങ്ങിയോ ഒരു സെറ്റ് അല്ലേ? കണ്ടപാടി ഞാൻ കോരി തിരിച്ചു കറക്റ്റ് ചോദിച്ചല്ലോ അങ്ങോട്ട് എടുത്തല്ലേ കടറ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഒന്നും പറഞ്ഞില്ല. എല്ലാ സർപ്രൈസും ആക്ടിങ് അവിടെ പാലപ്പെട്ടി പോയി നിർത്തിയോ? നമുക്ക് വണ്ടി വന്ന് പടച്ച് നിർത്താം. ബ്ലോക്ക് കടത്തിന് മേലെ അത് വളക്കാനാ. അങ്ങനെയാ നമ്മള് കടയിൽ കയറാൻ പോവാ. അയ്യോ പാപ്പാക്ക് വീഡിയോ കോൾ ചെയ്യണം. ചിരിക്കാവോളത് ഇത് വെച്ചിപ്പോ നിങ്ങളിപ്പോ കാണും. ഞാൻ കാണിച്ചു തരാം. അല്ലേ അവിടെ മുടിയാണ്ട് എത്തണോ? അതാണ് പ്രശ്നം. അയ്യോ ഇത് തീരാവും. റിച്ചോടെ ശരിയുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ അത് കാണിക്കുമല്ലോ. റിച്ചൊരു റിയാക്ഷൻ കാണിച്ചതാ. വ്ളോഗിൽ ഇതുവരെ കാണിച്ചില്ല. ഇത് തിരിക്കൂലപ്പോ. ഇത് വീട്ടിക്കാണ്, അങ്ങാടിയിലെ നോക്കൂല. എന്താണ് വീട്ടില് നാട്ടിൽ നോക്കൂല. നാട്ടുകാരൊക്കെ എറിയും, കല്ലൊക്കെ എടുത്ത് എറിയും. വീട്ടിൽ ഒരു ഹാപ്പി ആക്കാം, അത്രേ ഉള്ളൂ. വീട്ടിലൊക്കെ മിജുവിന്റെ മുഖം പോടി നല്ല മാച്ച് ഉണ്ട്. പോയോ? അപ്പൊ പോയോക്കല്ലേ? ആപ്പല്ലേ? അല്ല ഇത് കവർ ചെയ്തിട്ടാണ്. വീട്ടിന്റെ ഫ്രണ്ടിലേക്കും കോളേജ് ഡെയിലി കൂട്ടാ. അങ്ങനല്ല ആൾക്കാരെ കാണിക്കുന്ന രീതിക്കല്ല. നമ്മള് വീട്ടുകാരെ കാണാൻ നമ്മള് കണ്ട് ഹാപ്പി ആവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നാട്ടുകാരെ മുമ്പിൽ പട്ടിച്ചോട് അങ്ങനെയൊന്നുമല്ല. നമ്മള് സന്തോഷത്തെ അത് കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് കാണാനുള്ള ഒരു സാധനം മനസ്സിലാവണില്ല മിജുവിന്റെ. നോക്കാം, ആരും കണ്ടിട്ടില്ല. വാ ഇപ്പൊ കണ്ടതാ.
അയ്യോ ബാബ അർജന്റീന റൊണാൾഡോ അല്ലേ ഇതെന്താ നാട്ടുപുറത്തുള്ള ഓട്ടം റൊണാൾഡോ തന്നെ. ഞാനും റിച്ച് എന്ത് ചെയ്യണം, നേരത്തെ തന്നെ പോയിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അതായത് അപ്രതീക്ഷിതമായി ഞാൻ വീട്ടിലെത്തി എന്നുള്ള രീതിക്ക് അതൊക്കെ ഉമ്മാക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മിജുവിനെ അറിയില്ല, പക്ഷെ ഉമ്മാക്ക് ഫ്ലെക്സിന്റെ കാര്യം അറിയില്ല. ഉമ്മാക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്നുണ്ട്, മിജുവിന് ഒരു സർപ്രൈസ് കൊടുക്കാണ്ട് എന്നുള്ള രീതിക്ക്. നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. മന്തിയോ? അസ്സലാമലൈക്കും. എന്താ തിന്നുന്ന ഉടുക്കത്? ഞാൻ സലാം പറഞ്ഞ ആദ്യോ, ഇനി ഫുഡ് കഴിക്കുമ്പോ കുഴപ്പമില്ല. ഇത് ബ്ലേഡി ഇപ്പൊ ബ്ലേഡി നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണൂലേ, ഗൂഗിൾ ഹെയർ കട്ട്. കഴിച്ചോ? എന്താ ശേഷം? ഇവിടുന്ന് കോഴിക്കോടുന്ന്. ആ മിജു എന്തോ തപ്പുണ്ട്. തപ്പണ് എന്ത്? ഞാൻ ബസ്സിന് വന്ന്, കാറുണ്ടായിരുന്നില്ല ഒന്ന്. ഒരു കൂട്ടുകാരൻ എറണാകുളത്തുനിന്ന് കോഴിക്കോട് പോകുന്നുണ്ട്, അപ്പൊ ആ വഴിക്ക് ഞാൻ കയറിപ്പോ. ഇജി പകുതി ആയിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കേ. ആ ഞാൻ എന്തോ അപ്പോ നമ്മള് വീട്ടിലെത്തിയിരിക്കാണ്. ഇനി എന്താ ഇനി എന്താ പറയണ്ടേ അറിയില്ല, അതാണ് പ്രശ്നം. അതെ, ഉമ്മ എന്താണ് വണ്ടി ഓടിക്കണത്. ക്ഷമിക്കണം, കാരണം ആ വ്ളോഗില് വരെ ഇന്നെ കൊണ്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഒന്ന് കളിച്ച് നോക്ക്, കാക്കി ഉണ്ണിയും കൂടിയിട്ട് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഇവരെന്താ കാട്ടിരിക്കണം, എന്നിട്ട് അതിൻ്റെ ഇടയിൽ വ്ളോഗ് ആക്കാനാ എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല എന്തൊക്കെ പൊട്ട, ഞാൻ വ്ളോഗ് തന്നെ മുഴുവനായില്ല. ഇടക്ക് പൊട്ടിക്കണാണോ അതാണോന്നൊന്നും അറിയില്ല, ഞാൻ ഞെക്കുമ്പോ പൊട്ടണതാണ്, ഇല്ലാണ്ട് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇവന്നും ഉച്ചക്ക് ഫുഡ് ഉണ്ടാവില്ലല്ലേ സ്കൂളില്? അതാണ് എൻ്റെ ഒക്കെ ലൈഫ് മിജോ. അപ്പോൾ എന്താണ് ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും വരുന്നതാണ്, നമ്മൾ ഇനിയും വരും. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാനോടും മിജുവിനോടും പറഞ്ഞുള്ള എന്താ വെച്ചാൽ അകത്തിരുന്നോളി, എന്താണ് ഞാൻ പറഞ്ഞിട്ട് മാത്രം പുറത്തിറങ്ങിയാൽ മതി, കാരണം എനിക്ക് വേറൊരു ഐഡിയ കിട്ടിയില്ല, അപ്പോൾ അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെയും കൂടി പിടിക്കും. മൂല ഒരാൾ പിടിക്കാല്ലോ, ആ മൂല പിടിക്കാല്ലോ. സാബിറ, അയ്യോ കാല് നോക്ക്, ബാ പുറത്ത്. കണ്ണടക്ക് മിജു, കണ്ണുറന്ന രസം ഉണ്ടാവും കേട്ടോ, കണ്ണടക്കണേ. ബാ ഉമ്മയും കണ്ണടക്ക്. അത് ശരി,
കണ്ണട വരട്ടെ? അപ്പൊ ഞാനും കണ്ണടക്കണോ? നെഞ്ച് കണ്ണടച്ചോട്ടാ. കണ്ണടക്കണേ. ഒറ്റ മിനിറ്റ് വെയിറ്റ് ആക്കി. ടെൻഷനായി. നിങ്ങൾ ഇവിടെ അല്ലേ കത്തല്ലേ? വാ, തുറക്കാനായിട്ടില്ല. കണ്ണടക്ക്. കണ്ണടക്കട്ടുമ്മ. പൊട്ടിക്കൊന്നുമില്ല, കണ്ണടച്ചാ മതി. മിജു തുറന്നാ ഞാൻ തെറ്റുട്ടോ. ഞാൻ കേട്ട്, ഞാൻ മൈൻഡ് ചെയ്യാത്തോലൊക്കെ. ഞാൻ പറയുമ്പോ പറഞ്ഞാ മതിയാ. ആഴ്ചയിൽ 3, 2 ഞാൻ പറയൂ. അത് ശരി. മിജു കണ്ണുറന്ന ഞാൻ തെറ്റിട്ടോ. കുറച്ച് ഇറങ്ങിക്കല്ലേ. ഇങ്ങോട്ട് സ്റ്റെപ്പ് നമുക്കൊന്നോ കാണില്ല. അത് ഞാൻ നോക്കാം, ഞാൻ പറഞ്ഞുതരാം. ബിസ്മില്ല. ഓക്കെ അല്ലേ? റെഡി? റെഡി. ഞാൻ ആദ്യം നോക്കിയിട്ട് റെഡി 1, 2, 3 സ്റ്റാർട്ട്. തുറന്നോ. പോയോക്ക്. കാണിച്ചു ഓഡിയൻസിന് കാണിച്ചു നോക്ക്. മിജുവിന്റെ ബാഡി ഏതാ? ജിമ്മിനോണ്ടാന്നല്ലേ? ആയിക്കോട്ടാ. We are ready. ഓ അലമ്പ പാത്തവ. ഇങ്ങനെ നോക്കട്ടെ. ഇങ്ങനെ ഇങ്ങനെക്ക് കുറച്ച് നോട്ടെ. ഇങ്ങനെ ഇത്ര വലുതായിരുന്നോ? അതാണ് മിജുവിന് അങ്ങനെ ആഗ്രഹം പറഞ്ഞു. ആഗ്രഹം പറഞ്ഞല്ല, ഇന്നലെ വിളിച്ചപ്പോ ചോദിച്ചിരുന്നില്ലേ ഫ്ലെക്സ്. അപ്പൊ എനിക്ക് ഐഡിയ ഉദിച്ച് ഫ്ലെക്സ്. അപ്പൊ റെഡി. അപ്പൊ എത്ര പറയാളേ? സാധാരണ എല്ലാരും നാട്ടിലല്ലേ വെക്കാറ്? നമ്മള് പ്രാവശ്യം വീട്ടിൽ വെച്ചു. എന്തിനാ എല്ലാവർക്കും ഇല്ല? പുറത്ത് നോക്കൂല. പുറത്ത് കഴിച്ചാ വെളിയംകുടം കണ്ടില്ല നോക്കല്ലേ? ഇല്ലല്ല, അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. പിടിക്കോ? ഇവൻ എന്റെ അടുത്ത് പറയണ്ടേ എന്തോ സർപ്രൈസ് ആയിട്ടാണോ? അല്ല, എനിക്ക് എന്തായാലും സർപ്രൈസ് മറച്ചേക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞേ ഒരു സാധനം ഉണ്ടെങ്കിൽ രണ്ടാൾ റൂമിൽ ഇരിക്കാൻ ഞാൻ പറയുമ്പോ വന്നാൽ മതി. ഇവനെ ഫസ്റ്റ് കാണിച്ച് ഇവന് വീഡിയോ എടുക്കാനുള്ളതേ. അപ്പൊ ഇവനെയും പ്ലാനിൽ ഉൾപ്പെടുത്തണമെന്ന്, അല്ലെങ്കിൽ ഇവനക്ക് ഒരു സർപ്രൈസ് കൊടുക്കായിരുന്നു. അല്ല, റൂമില് നിങ്ങൾ പുറത്തേക്ക് വരരുത് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നിന്ന്. പക്ഷെ ഇവനെ എടുത്ത ഉറങ്ങിപ്പോയി. അപ്പൊ തന്നെ പറയും എന്തോ ലാലുക്കാക്കാൻ്റെ അടുത്ത് എന്തോ സർപ്രൈസ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ സർപ്രൈസിനോ സാധ്യത. ബാബാനെ വിളിക്കാം. അപ്പൊ ബാബാക്കൊന്നും വിളിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ. അല്ല, ഇത് ജേഴ്സില്ല, 6 പാക്കല്ലേ ഇത് ബ്രസീലായിരുന്നു. ഇജ് രണ്ടിന്റെ മേലെ ബ്രസീലാന്ന് പറഞ്ഞു. അപ്പൊ
അർജന്റീനായി. അല്ല ബ്രസീൽ ഭാഗ്യം ജേഴ്സിയിലൊന്നും 6 pack മാത്രമേ ഉള്ളൂ. ഏത് അത് ശരി. ശരിക്കും ഏതാ ടീം? ബ്രസീൽ അർജന്റീന എന്നൊക്കെ. ഓ അപ്പൊ എനിക്കിപ്പോ ആരെ പൊടിയല്ലേ? അപ്പൊ ഫാനാ? ഞാൻ വിചാരിച്ചു റൊണാൾഡോ. കുഴപ്പമില്ല. അതിന് മെസ്സി അല്ലേ കുറച്ചൊക്കെ പോരാ. എന്നിട്ട് ഇജേതിന്റെ ഫാനേനു? കറക്റ്റ് അല്ലേ? ഓ ഭാഗ്യം. നമ്മ ബ്രസീലല്ലേ? ഞാൻ ഇവരോട് ചോദിക്കണ്ടേ ഏതാടാ മഞ്ഞ ഏതാ മറ്റേ ഓട്ടർസ് കാണിക്കണേ. ഓട്ടർസ് കണ്ടിട്ട് പറയാം ബ്രസീലിന്റെ ഓട്ടർസ് അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചാത് പറഞ്ഞ മിജുനെ ഹാപ്പി ആക്കാന്ന് വിചാരിച്ചുള്ളൂ ഞാൻ. അപ്പൊ ഞാൻ ചോദിക്കണ്ട അല്ല അപ്പൊ ഞാൻ മിജുനെ റിച്ചുനെ ഹാപ്പി ആക്കാന്ന് വിചാരിച്ചുള്ളൂ. ഇതിലത്തെ ആളെ നല്ല ഇഷ്ടമാണ്. ഉപ്പാനെ വിളിക്കാണ്ട് ഇതിലത്തെ ആളെ നല്ല ഇഷ്ടമാണ്. എന്താണ് എന്താ പണ്ട് പണ്ട് ബ്രസീൽ അല്ലെങ്കിൽ ബ്രസീലോ? ഇതെന്താണ് കട പോയി ലൈസ് എടുക്കുക? 3 പിടിക്കാൻ പറയും. 3 പിടിക്കാൻ അതിൽ ഏത് ടീമാന്ന് നോക്കി വെക്കാം. പോർച്ചുഗല്. റൊണാൾഡോ ഫാനാ മെസ്സി ഫാനാ? പണ്ട് പറയ്. പണ്ട്. ഓ അപ്പൊ ഇനി ഉപ്പാക്ക് വിളിക്കല്ലേ? ബാബാക്ക് വിളിക്കാം. ബാബാക്ക് വിളിച്ചോക്കാം. ഏതാൾക്കാര്? അല്ല നമ്മള് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. നാട്ടില് ബാബാനെ മിസ്സായെങ്കിലും ഇതൊന്ന് പിടിക്കോ ജുനീദ്? എനിക്ക് വയ്യ നിങ്ങളെ കാണാനുള്ള ശക്തി ഇല്ല. കണ്ണ് പൊത്തിട്ട് പോരാ. പൊത്തിട്ട് വരില്ല. ഇപ്പൊ തിരിച്ചാ പോരെ? കാണിക്കട്ടെ തിരിക്കട്ടെ. അടിന്ന് ഇങ്ങനെ റിവീലാക്കാം. അയ്യത് വൈഡാക്കാൻ പറ്റില്ല. 3 ആരിത്? ഇതോ കേമൻ. ഉമ്മേതാ ടീം? നമ്മളെ ടീമിന് സ്റ്റാർ ഓർവാട്ടാ. എന്താ കപ്പ് നമ്മളടിക്കും. അതിനുള്ള മാറ്റമുണ്ടോ? കപ്പ് നമ്മൾ തന്നെ അടിക്കും. അത്രേ ഉള്ളൂ. നമ്മൾ ഓഗേന്റെ വിളിക്കാന്. എല്ലാം നിങ്ങളെ ഉമ്മാനെ കണ്ടില്ല നിങ്ങള് ശരിക്കും? പിന്നെ കണ്ടങ്ങള് ജീവിതത്തിൽ ഇങ്ങനെ കാണും നിങ്ങൾ എക്സ്പെക്ട് ചെയ്താ? കട്ടൗട്ട് ബിയത്തില് താർക്കീസിന്റെ ഫ്രണ്ടില്. ഇല്ല കട്ടൗട്ട് വെക്കാല്ല. നാട്ടുകാര് കല്ലെടുത്തറിയും. ഇത് നമ്മളൊരു സന്തോഷത്തിന് നമ്മളിവിടെ ചെയ്തു. അത്രേ ഉള്ളൂ. ഇല്ലല്ല അത് ഞങ്ങൾക്ക് അറിയാം. മിജു ജിമ്മിന് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു 10 വർഷത്തിന് ശേഷം പോവാം. മിജുവിന് മാച്ച് ഉണ്ട് കേട്ടോ. മിജു ഇതെന്റെ തടിയുള്ളതാട്ടോ. ആദം സാപ്പിള്. അത് ഡീറ്റെയിലിംഗ്. മറ്റേ ഫൈറ്റിങ് അങ്ങനെ. ബാബ എന്നാ വിളിക്കാം. ഒരാളെ കാണിച്ചു. ആ
ഒരു കാണിച്ചു കൊടുക്കാനാ? ഓക്കെ, റിവ്യൂലാക്കണോ? ബാബയുടെ ഫ്രണ്ട്സിന് റിവ്യൂലാക്കാനാ? അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളെ ഈ ഒരു ചെറിയ വ്ളോഗ് കണ്ടതിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ കണ്ട നിങ്ങളും ഹാപ്പിയാണ് എന്ന് വിചാരിക്കുന്നു. അതേപോലെ മിജു ഹാപ്പിയാണ്, കണ്ടില്ലേ? മിജു ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിന്ന ജുനൈദ്, ഷാഫി, സാബിർ, അതായത് അവർക്ക് വേറെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മാറ്റിയിട്ട് ഒരു 3-4 മണിക്കൂർ ഇതിനെ വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഓരാണ് മൊത്തം അവിടെ സെറ്റ് ചെയ്തിട്ട് എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. മിജു സെറ്റല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. മിജു ഹാപ്പിയാണ്, റിച്ച് ഹാപ്പിയാണ്, ഉമ്മ ഹാപ്പിയാന്ന് വിചാരിക്കും. ഉമ്മ അപ്പോൾ ടുഡേ വി ആർ വൈൻഡിങ് അപ്പ് ദി വ്ളോഗ് അല്ല മിജു? അപ്പോൾ ഉമ്മ ബൈ പറഞ്ഞോ. ബൈ ബൈ ബൈ. ഓക്കെ ഗൈസ്, പാക്കലാം, അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ചെയ്ത് ഫ്ലെക്സ് എവിടെ വെക്കുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ വീട്ടുകാർക്കുള്ള ഒരു സൈഡിൽ വെക്കാൻ വിചാരിച്ചു. നമ്മൾ അവിടെ നിന്ന് ആർക്കും ശല്യമില്ല, നമ്മൾ തന്നെ കാണുള്ളൂ. കാറ്റിന് വീഴുന്നോ? അതല്ല അവിടെ അടുപ്പിച്ചല്ലേ വീഴുന്ന് അറിയാം. ശരി വീഴുന്ന് ഇങ്ങനെ ഇപ്പൊ സെറ്റാ. ഓ ബൈ.